ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു ലവബിൾ സൈക്കോ. എൻ്റെ പേര് റിഷ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്കിന് മുന്നേ എൻ്റെ സൂപ്പർ ഫ്രണ്ട്ലി ഡിസ്ക്ലെയിമർ പറയാം. എൻ്റെ ഡിസ്ക്ലെയിമർ ഇച്ചിരി ലെങ്തിയാണ്, സോ ഫീൽ ഫ്രീ ടു സ്കിപ്പ് ഇറ്റ് ആൻഡ് ജംപ് സ്ട്രേറ്റ് ടു ദ മെയിൻ ടോപ്പിക് ഇഫ് യു വാണ്ട് ടു. ഞാനൊരു പ്രൊഫഷണൽ യൂട്യൂബറോ ഇൻഫ്ലുവൻസറോ ഒന്നുമല്ല. മോണിറ്റൈസേഷൻ, ലൈക്ക്, സബ്സ്ക്രിപ്ഷൻ ഒന്നിനും വേണ്ടിയല്ല ഈ വീഡിയോസ് ചെയ്യുന്നത്. മോസ്റ്റ് ഓഫ് മൈ വീഡിയോസ് ആർ യൂഷ്വലി ഷോർട്ട് ഫ്രാഗ്മെൻറ്റ്സ്, intentionally kept brief because I feel it's better to discuss about one topic at a time and give it the attention it deserves. Everything I share here comes from my own job search, my own experiences, observations, mistakes, lessons and insights. My hope is simply that something I learned along the way might be useful to someone else on their journey. വീഡിയോ കാണുമ്പോൾ വിഷ്വൽസും കൂടി ഫോളോ ചെയ്യാൻ ഞാൻ സജസ്റ്റ് ചെയ്യും. കാരണം പല സമയത്തും വിഷ്വൽ കൺസെപ്റ്റ്സ് കുറച്ചുകൂടി നന്നായി കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യും. And I always want to say this: take what helps you, ignore what doesn't, and always follow what suits your path. I am not claiming to have all the answers. Every job search journey is different, every person is different, and every situation is different. These are simply thoughts, experiences, and insights shared with a genuine intention that they may help someone move one step closer to their goal. So, if anyone wants to get in touch, and the email is writetourish.nz@gmail.com. I'll be more than happy to help when I have a moment. So feel free to reach out whenever you want. So അപ്പം നമുക്ക് ഇന്നത്തെ ടോപ്പിക്കിലേക്ക് പോകാം. ലെറ്റ്സ് ഗോ. നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന സ്റ്റാർ ബേസ്ഡ് ഇൻ്റർവ്യൂ ക്വസ്റ്റ്യൻ ആണ്. ഗിവ് മീ ആൻ എക്സാമ്പിൾ ഓഫ് ഹാൻഡ്ലിംഗ് അൺസർട്ടൻറ്റി. സോ ഒരു എംപ്ലോയർ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ നമ്മളോട് ചോദിക്കുമ്പോഴത്തേന് ദേ ആർ റെയർലി ലുക്കിംഗ് ഫോർ എ പെർഫെക്റ്റ് സിറ്റുവേഷൻ വെർ എവറിത്തിങ് വാസ് ക്ലിയർ ഫ്രം ദ ബിഗിനിങ്. വാട്ട് ദേ ആർ റിയലി ട്രൈങ് ടു അണ്ടർസ്റ്റാൻഡ് ഇസ്, can you stay calm when things are unclear? How do you make decisions without having all the information? Can you adapt when priorities or requirements change? Do you communicate effectively during uncertainty? Are you proactive or do you wait for others to tell you what to do? Can you still keep moving forward even when the path isn't fully visible? എല്ലാ വർക്ക് പ്ലേസസിലും നമുക്കറിയാം അൺസർട്ടൻറ്റി എന്ന് പറയുന്ന കാര്യം വർക്ക് പ്ലേസിൻ്റെ ഒപ്പം വരുന്നൊരു സാധനമാണ്. സോ ഇറ്റ്സ് വെരി കോമൺ. സോ എംപ്ലോയേഴ്സ് വാണ്ട് ടു നോ, ആർ യു ദാറ്റ് പേഴ്സൺ ഹൂ ക്യാൻ നാവിഗേറ്റ് അൺസർട്ടൻറ്റി കോൺഫിഡൻ്റ്ലി. നമ്മൾ അൺസർട്ടൻറ്റി വളരെ കോമൺ ആണെന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ. അപ്പം വർക്ക് പ്ലേസസിൽ അൺസർട്ടൻറ്റി ഉണ്ടാകുമ്പോൾ നമുക്കത് കാമായിട്ട് ഡീൽ ചെയ്യാനുള്ള എബിലിറ്റി ഉണ്ടോ? നമുക്ക് എല്ലാ ഇൻഫർമേഷൻ ഇല്ലെങ്കിലും ഡിസിഷൻസ് എടുക്കാൻ പറ്റുന്നുണ്ടോ? പ്രയോറിറ്റീസും സിറ്റുവേഷൻസും ഒക്കെ ചേഞ്ച് ചെയ്യുന്നതിനനുസരിച്ച് നമ്മൾ വേഗം അഡാപ്റ്റബിൾ ആണോ? ഇനി ഇതുപോലുള്ള സിറ്റുവേഷൻസിൽ നമുക്ക് ഏറ്റവും കൂടുതൽ വേണ്ടത് നല്ല എഫക്റ്റീവ് ടീം കമ്മ്യൂണിക്കേഷനാണ്. ആ എബിലിറ്റി നമുക്കുണ്ടോ? നമ്മൾ പ്രൊആക്റ്റീവ് ആണോ? ഓർ ഡു വി വെയിറ്റ് ഫോർ അതേഴ്സ്? നമ്മൾ മറ്റുള്ളവരെ വെയിറ്റ് ചെയ്തിരിക്കുമോ? ഈ അൺസർട്ടൻറ്റി മാറാൻ വേണ്ടി നമ്മൾ മറ്റുള്ളവരെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുമോ? അതോ നമ്മൾ പ്രൊആക്റ്റീവായിട്ട് നമ്മൾ അതിനു വേണ്ടി എന്തെങ്കിലും ചെയ്യുമോ? നമ്മുടെ മുന്നോട്ടുള്ള പാത്ത് ഒട്ടും വിസിബിൾ അല്ലെങ്കിൽ പോലും വിൽ യു സ്റ്റിൽ കീപ് ടിക്കിംഗ് ഓർ മൂവിങ് ഫോർവേഡ്? ഇതാണ് ഈ ക്വസ്റ്റ്യൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആൻഡ് വാട്ട് മേക്സ് എ സ്ട്രോങ് ആൻസർ ഇസ്, നമ്മളുടെ സ്ട്രോങ് ആൻസറിൽ ദർ ഷുഡ് ബി എ റിയൽ സിറ്റുവേഷൻ വെയർ ഇൻഫർമേഷൻ വാസ് ഇൻകംപ്ലീറ്റ്. പിന്നെ നമ്മളെടുത്ത കാം ആൻഡ് സ്ട്രക്ചേർഡ് അപ്രോച്ച് നമ്മുടെ ആൻസറിൽ ഉണ്ടാവണം. പിന്നെ നമ്മൾ ഈ സിറ്റുവേഷനിൽ നമ്മൾ ചോദിച്ച ചില ചോദ്യങ്ങൾ ടു ഗെറ്റ് മോർ ക്ലാരിറ്റി. നമുക്ക് അൺസർട്ടൻറ്റി എന്ന് പറയുമ്പോഴത്തേന് ചിലപ്പോൾ ഇൻഫർമേഷൻ ഉണ്ടാവത്തില്ല. അപ്പം ആ സിറ്റുവേഷനിൽ നമ്മൾ ചോദിക്കേണ്ടി വന്ന ചില ചോദ്യങ്ങളെ പറ്റി. പിന്നെ ഗുഡ് കൊളാബറേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ. സോ മിക്കവാറുള്ള എല്ലാ സ്റ്റാർ ക്വസ്റ്റ്യനിലും ഞാൻ പറഞ്ഞിട്ടുണ്ട്, കൊളാബറേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ നമ്മൾ കാണിക്കേണ്ടി തന്നെ വരും. പിന്നെ അഡാപ്റ്റബിലിറ്റി ആസ് ന്യൂ ഇൻഫർമേഷൻ എമേർജ്ഡ്. ലൈക്ക് പുതിയ ഇൻഫർമേഷൻ വന്നപ്പോഴത്തേനും നമ്മൾ അഡാപ്റ്റബിൾ ആയിരുന്നോ? ഫൈനലി എ ഗുഡ് പോസിറ്റീവ് ഔട്ട്കം ആൻഡ് ലേണിംഗ്, ലൈക്ക് ടേക്ക് അവേസ്, ലേണിങ്സ് ഒക്കെയാണ് പിന്നെ നമ്മുടെ ആൻസറിൽ ഉണ്ടാവേണ്ടത്. നമ്മുടെ ഏറ്റവും നല്ല ആൻസർ ഷുഡ് ഷോ ദാറ്റ് യു ഡിഡ്ന്റ് ഫ്രീസ് വെൻ തിങ്സ് വെർ അൺസർട്ടൺ. It should show that you took action to reduce the uncertainty. So if you look at the visuals, ഞാൻ ഈ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്തിരിക്കുന്നത് is based on my profession. ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന ഒരു പ്രൊജക്റ്റിൽ റിക്വയർമെന്റ്സ് വെയർ ചേഞ്ചിങ് ബിക്കോസ് സ്റ്റേക്ക് ഹോൾഡേഴ്സ് വെയർ സ്റ്റിൽ റിഫൈനിങ് ദെയർ എക്സ്പെക്ടേഷൻസ്. അതേ സമയത്ത് തന്നെ ഡെവലപ്മെന്റ് സ്റ്റാർട്ട് ചെയ്തായിരുന്നു. ആൻഡ് ദർ വാസ് അൺസർട്ടൻറ്റി അറൌണ്ട് വിച്ച് ഫീച്ചേഴ്സ് ഷുഡ് ബി പ്രയോറിറ്റൈസ്ഡ് ആൻഡ് ഹൗ സം വർക്ക് ഫ്ലോസ് വെർ എക്സ്പെക്ടഡ് ടു ബിഹേവ്. സോ ഇത് കാരണം ടീമിൽ ഒരുപാട് കൺഫ്യൂഷൻ ഉണ്ടായി. ബിക്കോസ് എല്ലാവർക്കും ഒരേ അണ്ടർസ്റ്റാൻഡിങ് ഇല്ലായിരുന്നു.
അപ്പോൾ സിറ്റുവേഷൻ മനസ്സിലായല്ലോ, റിക്വയർമെന്റ് ഭയങ്കരമായിട്ട് ചേഞ്ച് ചെയ്യുന്നു. ഭയങ്കര കോമൺ ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ ആണ്. IT വർക്ക് പ്ലേസിൽ ഒരിക്കലും നമുക്ക് റിക്വയർമെന്റ്സ് എല്ലാം കിട്ടി നമുക്ക് ജോലി ചെയ്യാൻ പറ്റാറില്ല. സോ റിക്വയർമെന്റ്സ് ഭയങ്കരമായിട്ട് ചേഞ്ച് ചെയ്തുകൊണ്ട് നമ്മുടെ സിറ്റുവേഷൻ ഭയങ്കര അൺസർട്ടൺ ആയിരുന്നു. സോ സിറ്റുവേഷൻ ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഇനി ടാസ്ക്, എൻ്റെ ടാസ്ക് എന്തായിരുന്നു പറഞ്ഞു കഴിഞ്ഞാൽ വാസ് ടു കണ്ടിന്യൂ സപ്പോർട്ടിംഗ് ടെസ്റ്റിംഗ് ആക്ടിവിറ്റീസ്, ഐഡന്റിഫൈ റിസ്ക്സ് ഏർലി ആൻഡ് ഹെൽപ്പ് ദ ടീം മെയിൻറ്റെയിൻ പ്രോഗ്രസ് ഡിസ്പൈറ്റ് ദ അൺസർട്ടനിറ്റി. ഈ അൺസർട്ടനിറ്റിയിലും എനിക്ക് ടെസ്റ്റിംഗ് തുടരണമായിരുന്നു. ആൻഡ് സ്റ്റിൽ ഐ ഷുഡ് ഐഡന്റിഫൈ റിസ്ക് വെരി ഏർലി ആൻഡ് ടീമിനെ പ്രോഗ്രസ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യണമായിരുന്നു. ആൻഡ് ഐ ഓൾസോ നീഡഡ് ടു എൻഷുർ ദാറ്റ് ദ ഇമ്പോർട്ടൻറ്റ് ഫംഗ്ഷനാലിറ്റി വാസ് വാലിഡേറ്റഡ് വിത്തൗട്ട് വെയിറ്റിംഗ് ഫോർ എവറി ഡീറ്റെയിൽ ടു ബിക്കം പെർഫെക്റ്റ്. ചില ആൾക്കാർ എല്ലാ ഡീറ്റെയിൽസും വന്നാലേ ചെയ്യത്തുള്ളൂ എന്ന് പറയും. അങ്ങനെയുള്ള ആൾക്കാർ ഹയർ ചെയ്യത്തില്ല. കാര്യം എന്നറിയോ, എല്ലായ്പ്പോഴും എംപ്ലോയറിന് എല്ലാ ഡീറ്റെയിലും കൊടുക്കാൻ പറ്റത്തില്ല. മിനിമൽ ഡീറ്റെയിലിൽ പോലും വർക്ക് ചെയ്യാനുള്ള എബിലിറ്റി നമുക്കുണ്ടാവണം. സോ ഞാൻ എൻ്റെ ടാസ്ക് പറഞ്ഞു കഴിഞ്ഞു. ഇനി ആക്ഷൻ ഞാൻ എന്താ ചെയ്തു കഴിഞ്ഞാൽ, ഇൻസ്റ്റെഡ് ഓഫ് വെയിറ്റിംഗ് ഫോർ കംപ്ലീറ്റ് ക്ലാരിറ്റി ഐ ഫോക്കസ്ഡ് ഓൺ ക്രിയേറ്റിംഗ് ക്ലാരിറ്റി വേർ എവർ പോസിബിൾ. പിന്നെ ഞാൻ ഐ ഓർഗനൈസ് ഡിസ്കഷൻസ് വിത്ത് ബിസിനസ് അനലിസ്റ്റ്, ഡെവലപ്പേഴ്സ് ആൻഡ് സ്റ്റേക്ക് ഹോൾഡേഴ്സ് ടു ക്ലാരിഫൈ ഓപ്പൺ ക്വസ്റ്റ്യൻസ്. I started documenting assumptions, risks, and outstanding decisions so everyone could see what was known and what was still needed clarification. പിന്നെ ഞാൻ പതുക്കെ ടെസ്റ്റിംഗ് എല്ലാം പ്രയോറിറ്റൈസ് ചെയ്യാൻ തുടങ്ങി ബേസ്ഡ് ഓൺ ഹയസ്റ്റ് റിസ്ക് ആൻഡ് മോസ്റ്റ് സ്റ്റേബിൾ ഏരിയസ്. ബിക്കോസ് ടെസ്റ്റിംഗ് സ്റ്റിൽ കണ്ടിന്യൂ ചെയ്യണമല്ലോ. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫംഗ്ഷനാലിറ്റി സ്റ്റിൽ നമുക്ക് ടെസ്റ്റ് ചെയ്യാൻ പറ്റണമല്ലോ. സോ ഞാൻ ടെസ്റ്റിംഗ് ക്രിട്ടിക്കൽ ഫംഗ്ഷനാലിറ്റി സ്ഥലങ്ങൾ ഞാൻ ടെസ്റ്റ് ചെയ്യുന്നതിനൊപ്പം തന്നെ ഞാൻ ടെസ്റ്റ് അപ്രോച്ച് ഫ്ലെക്സിബിൾ ആക്കി. ബിക്കോസ് എന്തുകൊണ്ടാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ന്യൂ ഇൻഫർമേഷൻ ഇസ് ഓൾവേസ് കമ്മിങ്. ഈ അൺസർട്ടനിറ്റി പീരീഡിൽ അതിങ്ങനെ വന്നുകൊണ്ടിരിക്കുമല്ലോ. സോ ത്രൂ ഔട്ട് ദ പ്രോജക്ട് ഐ കമ്മ്യൂണിക്കേറ്റഡ് റെഗുലർലി വിത്ത് ദ ടീം ആൻഡ് അപ്ഡേറ്റഡ് ടെസ്റ്റ് പ്ലാൻസ് വെനെവർ ആൻഡ് വേറെവർ റിക്വയർമെന്റ്സ് ചേഞ്ച്ഡ്. സോ ഇതുകൊണ്ടുള്ള റിസൾട്ട് എന്തായിരുന്നു പറഞ്ഞു കഴിഞ്ഞാൽ, ദ പ്രൊജക്ട് വാസ് ഡെലിവേർഡ് സക്സസ്ഫുള്ളി ഡിസ്പൈറ്റ് ദ ഇവോൾവിംഗ് റിക്വയർമെന്റ്സ്. Potential risks were identified early, reducing rework later in the project. Stakeholders highly appreciated the transparency and the team stayed aligned because communication remained consistent throughout the uncertainty. ഇത് കാരണം ടീമിന്റെ കൾച്ചർ വരെ ഇംപ്രൂവ് ആയി. More importantly, we avoided major surprises towards the end of the delivery. So ഇതിൽ നിന്ന് ഇനി നമുക്ക് നമ്മുടെ ലേണിംഗ്സ് പറയാം. ഞാൻ ഇതിൽ നിന്ന് പഠിച്ച കാര്യങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ is that uncertainty doesn't disappear by waiting. So it becomes easier to manage when you actively seek information, ask the right questions and create structure around what is known and what is unknown. സോ നമ്മൾ വെറുതെ കാത്തിരുന്നുകൊണ്ട് അൺസർട്ടനിറ്റി ഒരിക്കലും മാറത്തില്ല. അൺസർട്ടനിറ്റി ഉള്ള മൊമെന്റ്സിൽ നമ്മൾ നല്ലപോലെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യും, മാക്സിമം ഇൻഫർമേഷൻ കളക്ട് ചെയ്യും, റൈറ്റ് ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിച്ച് കാമും പ്രൊഫഷണലും കമ്പോസ്ഡ് ആയിട്ട് നമ്മൾ ആ സിറ്റുവേഷനെ ഡീൽ ചെയ്യണം. അപ്പോൾ ഇതുപോലുള്ള സിറ്റുവേഷൻ്റെ ഏറ്റവും കൂടുതൽ വേണ്ട കമ്മ്യൂണിക്കേഷനാണ്. ലൈക്ക് നമ്മൾ പ്രൊആക്റ്റീവ് ആയിരിക്കണം ഇൻ കമ്മ്യൂണിക്കേഷനിൽ. അപ്പം ഇതാണ് എനിക്കിതിൽ നിന്നുള്ള പ്രധാന ലേണിംഗ്. സോ നമ്മളിപ്പോൾ ഈ കൊടുത്തിരിക്കുന്ന ആൻസർ നല്ലപോലെ വർക്ക് ചെയ്യും ബിക്കോസ് ഇറ്റ് ഡെമോൺസ്ട്രേറ്റ്സ് എ ലോട്ട് ഓഫ് അഡാപ്റ്റബിലിറ്റി. നമ്മൾ എങ്ങനെ അഡാപ്റ്റ് ചെയ്യുമെന്ന് പറയുന്നുണ്ട്, കാം ഡിസിഷൻ മേക്കിംഗ് ഉണ്ട്, ഇനീഷ്യേറ്റീവ് ദാറ്റ് യു ടുക്ക് പ്രൊആക്റ്റീവ്ലി ടു പ്രോഗ്രസ് വിത്ത് ടെസ്റ്റിംഗ്, കമ്മ്യൂണിക്കേഷൻ ആൻഡ് കൊളാബറേഷൻ കാണിക്കുന്നുണ്ട്, റിസ്ക് മാനേജ്മെന്റ് കാണിക്കുന്നുണ്ട്. ലൈക്ക് ഞാൻ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റിസ്ക് ഏരിയാസ് ഒക്കെ ഐഡന്റിഫൈ ചെയ്ത് പ്രത്യേകം ടെസ്റ്റ് ചെയ്യുന്നൊക്കെ പറയുന്നുണ്ട്. ഇറ്റ് ഷോസ് പ്രോബ്ലം സോൾവിംഗ് ആൻഡ് ലീഡർഷിപ്പ് മൈൻഡ് സെറ്റ്. And exactly these are the qualities that employers are looking for. So usually candidates make ചെയ്യുന്ന മിസ്റ്റേക്സ് ഈ ക്വസ്റ്റൻ ആൻസർ ചെയ്യുമ്പോൾ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ചില കാൻഡിഡേറ്റ്സ് പറയും ഞാൻ കാത്തിരുന്നു, എല്ലാ ഇൻഫർമേഷനും കിട്ടാൻ വേണ്ടി കാത്തിരുന്നു. വളരെ തെറ്റായിട്ടുള്ള ആൻസറാണ്. ആൻസർ നമുക്ക് ഭയങ്കരമായിട്ട് ബാക്ക് ഫയർ ചെയ്യും. പിന്നെ ഫോക്കസിങ് ഓൺലി ഓൺ ദ കൺഫ്യൂഷൻ ഇൻസ്റ്റെഡ് ഓഫ് ദ ആക്ഷൻസ് ടേക്കൺ. ലൈക്ക് ആ സിറ്റുവേഷനെ പറ്റി ഒരുപാട് കിടന്ന് സംസാരിക്കും, നമ്മൾ അതിൽ എന്താണ് ചെയ്തതെന്ന് നമ്മൾ അധികം പറയത്തില്ല. പിന്നെ കംപ്ലൈനിങ് ടു മച്ച് അബൌട്ട് അൺക്ലിയർ സ്റ്റേക്ക് ഹോൾഡേഴ്സ്, കംപ്ലൈനിങ് അബൌട്ട് ടീം ലീഡേഴ്സ്, അതൊക്കെ നമുക്ക് ബാക്ക് ഫയർ ചെയ്യും. പിന്നെ നമ്മൾ ഭയങ്കര ഫ്രസ്ട്രേറ്റഡ് ആണെന്ന് പറയുന്നത് നമുക്ക് നമ്മുടെ ക്യാരക്ടറിനെ തന്നെ എക്സ്പോസ് ചെയ്യും. സോ പിന്നെ നല്ല ഔട്ട്കംസ് ഉള്ള ആൻസർ ആയിരിക്കണം കൊടുക്കേണ്ടത്. ചില കേസസിൽ നമ്മൾ ഈ സിറ്റുവേഷൻസ് എല്ലാം പറയും, പക്ഷെ നമ്മൾ കറക്റ്റായിട്ട് ഔട്ട്കംസ് പറയത്തില്ല. സോ നമ്മളെപ്പോഴും ഒരു നല്ല ആൻസർ എന്ന നിലയ്ക്ക് നമ്മൾ ഇങ്ങനെയാണ് പറയേണ്ടത്. ഇൻസ്റ്റെഡ് ഓഫ് സെയിങ് ലൈക്ക് നോബഡി ന്യൂ വാട്ട് വാസ് ഹാപ്പനിങ് എന്ന് പറയുന്നതിന് പകരം നമ്മൾ പറയണം ഐ വർക്ക് വിത്ത് സ്റ്റേക്ക് ഹോൾഡേഴ്സ് ടു ക്ലാരിഫൈ റിക്വയർമെന്റ്സ് ആൻഡ് റെഡ്യൂസ് അൺസർട്ടനിറ്റി. ഞാനിങ്ങനെ ആൻസേഴ്സിന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുമായിരുന്നു എന്ന് പറയുന്നതിന് പകരം നമ്മൾ പറയണം വി ഐഡന്റിഫൈഡ് വാട്ട് വി ന്യൂ, ഡോക്യുമെന്റഡ് അസംഷൻസ് ആൻഡ് കണ്ടിന്യൂഡ് പ്രോഗ്രസിംഗ് ഓൺ ദ ഹയസ്റ്റ് പ്രയോറിറ്റി വർക്ക്. അപ്പൊ അങ്ങനെ ആ അപ്രോച്ചിലായിരിക്കണം നമ്മൾ ആൻസർ ചെയ്യേണ്ടത്. സോ ഇത് നിങ്ങൾക്ക് നല്ലപോലെ മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. സോ ബോട്ടം ലൈൻ ഇസ് ദാറ്റ് ഹാൻഡ്ലിംഗ് അൺസർട്ടനിറ്റി ഈസന്റ് അബൌട്ട് ഹാവിംഗ് ഓൾ ദ ആൻസേഴ്സ്. It is about staying calm, asking the right questions, creating clarity where possible, communicating openly, adapting as new information emerges, and continuing to
make progress, because in the real world the people who succeed are often not the ones who know everything. They are the ones who can move forward confidently when not everything is known. So ഇത് നിങ്ങൾക്ക് നല്ലൊരു മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. So this is it. Thank you. Hope this helps. Small steps, big wins.